ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബുളിയൻ നോട്ട് വെച്ച് 4 പൂക്കൾ തയ്ച്ചു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് 3 പൂക്കളും കൂടെ തയ്ക്കും. അപ്പം ആരെങ്കിലും കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ആ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇന്നത്തെ തയ്ക്കാൻ ഈ വീഡിയോ കാണുക. എന്നാലും ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് തയ്ച്ച ഫാസ്റ്റ് അടിച്ച് കാണുമോ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇടയ്ക്ക് പറയണത് കേൾക്കത്തില്ല, അപ്പം നീറ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെ എന്നും പറയണവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിത്തെ 3 പൂക്കളെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിതാണ് ഈ ഫ്ലവറാണ് തയ്ക്കാൻ പോണത്. അതിന് ഞാൻ 4 പെറ്റൽസാണ് തയ്ക്കാൻ പോണേ. അപ്പോൾ ഈ പെറ്റലിൻ്റെ ഇവിടെ കുത്തിയെടുത്തിട്ട് ഇവിടം വരെ ഇങ്ങനെ സൂചി എടുക്കണം. ഇവിടെ കുത്തിയെടുത്തു. ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇത് വലിയ പെറ്റലായതുകൊണ്ട് ഞാനൊരു 30 വട്ടം ചുറ്റണുണ്ടേ. വലിച്ചെടുക്കുക. ഇത്രയും വട്ടം ചുറ്റിയേക്കുന്ന കാരണം വലിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തിരി ടൈറ്റിൽ ചുറ്റാണ്ടിരുന്ന് വെച്ചാൽ മതി. പയ്യെ ഇങ്ങനെ ഫിംഗർ വെച്ച് പയ്യെ നൂല് താത്തി വലിച്ചെടുത്താൽ മതി. ഇത് വലിച്ചെടുത്തിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യുക, നല്ലോണം മുറുക്കെ വലിക്കുക. നല്ലോണം മുറുക്കെ വലിച്ചിട്ട് എവിടെ നമ്മുടെ പെറ്റൽ തീരിൻ്റെ അവിടെ തന്നെ താത്തുക. എന്നിട്ട് ഇത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഉടക്കി വയ്ക്കുക. ഇങ്ങനെ ഉടക്കി വയ്ക്കുക. ഒത്തിരി വലിക്കണ്ട, വലിച്ചാൽ അവിടെ കുഴിഞ്ഞു പോകും. ഇപ്പോൾ സെക്കൻഡ് പെറ്റലാണ് തയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ബുളിയൻ നോട്ട് തയ്ക്കാൻ എടുക്കുമ്പോൾ സൂചി എപ്പോഴും നീളമുള്ള സൂചി എടുക്കണം. എന്നാലും ഇത്രയും ടേൺസൊക്കെ ചുറ്റിലെടുക്കാൻ നേരത്ത് പറ്റുള്ളൂ. ആദ്യത്തെ പെറ്റലിന് ഞാൻ 30 എടുത്ത്, ഇതിനും ഞാൻ 30 എടുക്കുന്നത്. എല്ലാ പെറ്റലിനും സെയിം നമ്പർ തന്നെ എടുക്കുക. ഇപ്പോൾ നമ്മൾ പൂ തയ്ച്ചു കഴിഞ്ഞു. നടുക്ക് ഞാൻ ഒരു ഗോൾഡൻ ബീഡാണ് വയ്ക്കാൻ പോകുന്നത്. ബീഡ് വയ്ക്കുമ്പം ഒരു 2 വട്ടങ്ങൾ സെയിം ഹോളിൽ കൂടെ തന്നെ തയ്ച്ചാൽ നിന്നോളും. അല്ലെങ്കിൽ പെട്ടെന്ന് ഊരിപ്പോരും നൂല് പൊട്ടിയിട്ട്. 1 വട്ടം തയ്ച്ചാൽ 2 വട്ടം സെയിം ഹോളിൽ കൂടെ തന്നെ കയറ്റിയിട്ട് വയ്ക്കുവാണെങ്കിൽ കുറച്ച് ഉറപ്പ് കിട്ടും. പെട്ടെന്നൊന്നും ഊരിപ്പോരില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ആദ്യം തന്നെ നമ്മൾ ഒരു 1-2 വട്ടം അലക്കുമ്പോൾ തന്നെ ബീഡ് ഊരിപ്പോരും. ഇതങ്ങനെ ഇത് വരത്തില്ല. അപ്പം നമ്മൾ 5ാമത്തെ പൂവും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പൂവിലോട്ട് പോവാം. നമ്മൾ ഈ ഫ്ലവർ കഴിഞ്ഞ് തയ്ക്കാൻ പോണത് ഈ ഡിസൈന് ആങ്കറിൻ്റെ പേൾ ത്രെഡ് എടുത്തേക്കുന്നത്. ഞാനൊരു 25 ചുറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റണില്ലേ? ആങ്കറിൻ്റെ ത്രെഡ് ആയിരുന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു. ഇത് പെട്ടെന്ന് ഊരിപ്പോരും. അപ്പോൾ പേൾ ത്രെഡ് ഇട്ട് തയ്ച്ചാൽ ചുറ്റൽ ഊരിപ്പോരാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇവിടെ താത്തുക. ഇത് കഴിഞ്ഞ പൂ തയ്ച്ചവരെ തന്നെയാണ് തയ്ക്കുന്നത്. ഇതുവരെ തയ്ച്ചത് കഴിഞ്ഞ പൂ തയ്ച്ചവരെ തന്നെയാണ്. ഇനി ഇത് ഉടക്കി വെക്കാനായിട്ട് മറ്റിടത്ത് വെറുതെ കുത്തിത്താത്തുക ചെയ്തേ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി പൊക്കിയെടുത്തുനിന്ന് വെച്ചിട്ട് ഇനി ഇവിടെയും കൂടെ ഒരു ബുളിയൻ നമ്മൾ ചെയ്യുക. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, അതുകൊണ്ട് 4-5 ചെയ്താൽ മതി.
ഇങ്ങനെ ഒരു പെറ്റൽ നമ്മൾ തയ്ച്ചു. അതുവരെ ബാക്കിത്തെ പെറ്റലും തയ്ക്കുക. ഇനി അടുത്ത പെറ്റൽ ഇതുവരെ തയ്ക്കുകയാണ്. നമ്മൾ 3 പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു ബ്രൗൺ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് തയ്ക്കാനാണ് പോകുന്നത്. കുറച്ചധികം എംബോസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 വട്ടം ചുറ്റുന്നുണ്ട്. ഒരു വട്ടം ചുറ്റിയിട്ട് താത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് എംബോസ് ചെയ്തിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ 6ാമത്തെ പൂവും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 7ാമത്തെ പൂവിലോട്ട് പോവാം. ഇനി 7ാമത്തെ പൂവാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ആദ്യം പിന്നെ ഒരു ബീഡ് കയറ്റുവാണ്. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇനി ഇതിൽ ബാക്കിയത്തെ ബൂളിയൻ നോട്ട് ചെയ്യണവരെ ചുറ്റാൻ പോവാം. ഞാൻ ഇതിൻ്റെ അകത്ത് 15 ചുറ്റിലെടുത്തിട്ടുണ്ട്. ഇത് 6 ഇഴയില്ല, ഞാനത് 4 ഇഴ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റത്തെ പെറ്റിലാണ് ഞാൻ തയ്ക്കാൻ പോണത്. ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഈ സൈഡിൽ വെച്ചേക്കണ ബീഡിനേക്കാളും വലിയ ബീഡ് വെക്കണമെങ്കിൽ നടുക്ക് ഒരു വലിയ ബീഡ് വയ്ക്കാം. കണ്ടില്ലേ, ഇത് നടുക്ക് വേണമെങ്കിൽ വെക്കാം, വെച്ചില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പം നമ്മൾ 7 പൂക്കൾ തയ്ച്ചു, ഡിഫറെൻറ്റ് പൂക്കൾ തയ്ച്ചു ബൂളിയൻ നോട്ട് വെച്ചിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയിൽ 7 എണ്ണവും വന്നിട്ടുണ്ട്. എല്ലാവരും 7 പാറ്റേണും തയ്ക്കാൻ ശ്രമിച്ചു നോക്കുക. ബൂളിയൻ നോട്ട് വെച്ചിട്ട് സാധാ ഒരു പൂ തയ്ക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബൂളിയൻ നോട്ട് വെച്ചിട്ട് 7 തരത്തിൽ പൂക്കൾ തയ്ക്കാൻ പഠിച്ചു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ ബൈ.